ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് സൂര്യ യൂസ്ഡ് കാർസ് എറണാകുളത്ത് കത്രിയക്കടവിലുള്ള സൂര്യ യൂസ്ഡ് കാർസിലാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് വണ്ടികളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ആ വണ്ടികൾ പരിചയപ്പെടാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എൻ്റെ പേര് സൂര്യനാരായണൻ. സൂര്യ ട്രേഡേഴ്സ് എന്ന സ്ഥാപനം നടത്തുന്ന ആളാണ്. എൻ്റെ സ്വന്തം ബിൽഡിങ്ങിലാണ്. പാർക്കിംഗ് ആൻഡ് സെല്ലിംഗ് ആണ്. എല്ലാ വെഹിക്കിളുകളും 40-40 വണ്ടികൾ ഒരേ സമയം ഇവിടെ നിങ്ങൾക്ക് വന്ന് കണ്ട് കസ്റ്റമറുമായിട്ട് നേരിട്ട് സംസാരിച്ച് വാങ്ങിക്കാവുന്നതാണ്. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഞങ്ങളുടെ വർക്കിംഗ് ടൈമാണ്. ദൂരത്തുനിന്ന് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് കത്തർക്കടവ് പാലത്തിലേക്ക് അടിയിലേക്ക് വരാം. അല്ലെങ്കിൽ ഈ തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കലൂർ കടവന്തറ റോഡിലേക്ക് വരണമെങ്കിൽ കലൂർ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ട് കത്തർക്കടവ് പാലത്തിന് അടിയിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം സ്ഥാപനമാണിത്. ഞാൻ 41 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്ന ആളാണ്. എല്ലാത്തരം വണ്ടികളും എല്ലാ സമയത്തും നമ്മുടെ അടുത്ത് ഉണ്ടാവും. ഇവിടെ ഇല്ലാത്ത വണ്ടികൾ നമ്മൾ കസ്റ്റമറുടെ വീട്ടിൽ കൊണ്ട് കാണിച്ച് കസ്റ്റമറുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിച്ച് വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. അതിന് സർവീസ് ചാർജ് മാത്രമേ നമ്മൾ ഈടാക്കുന്നുള്ളൂ. 1%. പിന്നെ ഓഫീസ് സംബന്ധമായ എല്ലാ വർക്കുകളും RC ബുക്ക് പേര് മാറി കൊടുക്കുന്നതും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വഴിയാണ് ചെയ്യുന്നത്. അതൊക്കെ ഓൺലൈൻ വഴി ചെയ്ത് പാർട്ടിയുടെ വീടുകളിലേക്ക് ഇപ്പോൾ ബുക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സൂര്യ ട്രേഡേഴ്സിൻ്റെ മാനേജറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാറിൻ്റെ പേരെന്താണ്? എൻ്റെ സജീവ്. സജീവ്. നമസ്കാരം എല്ലാവർക്കും. ഇവിടുത്തെ മാനേജറാണ്. അപ്പോൾ ആളോട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിക്കാം. ഇപ്പോൾ ഇവിടെ എത്ര വർഷമായി? ഞാനിവിടെ വന്നിട്ടൊരു 5 വർഷം. ഇപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷം? ഒരു 45 വർഷം കഴിഞ്ഞു. 45 വർഷം പഴക്കമുള്ള സ്ഥാപനമാണിത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇത്രയും പഴക്കമുള്ള സ്ഥാപനം ഇല്ലാന്ന് നമുക്കറിയില്ല, ഉണ്ടോന്ന് നമുക്കറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു 45 വർഷം പഴക്കം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു നല്ലൊരു പഴക്കമാണ്. ഞങ്ങളുടെ ഒരു ഏജ് പാരമ്പര്യമുള്ളതാണ്. അതെ. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് എന്ന് പറയും. ഇത് ടൊയോട്ടയുടെ ലീവ ടൊയോട്ടയുടെ രാജാവാണ് ടൊയോട്ട. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് 2017 മോഡൽ. ഏറ്റവും ടോപ്പിന്റെ വേരിയന്റ് അല്ല, അതിന്റെ താഴെയുള്ള BD എന്ന വേരിയന്റ്. ഡീസലാണ് പെട്രോളാണ്? ഡീസലാണ്. VX ആണ് ഡീസൽ പെട്രോൾ വരുന്നത്. പിന്നെ ഇതിന്റെ മുകളിലൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, VXD എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി വരുന്നുണ്ട്. ടോപ്പ് ഇത് 90 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി. എത്ര മൈലേജ് കിട്ടും ഇതിന്? ഇതിന് ഏകദേശം ഒരു 20 മേല് കിട്ടും. 20-25 ഇടക്ക് കിട്ടും. ഇത് ഇവിടുത്തെ പാർക്ക് ആൻഡ് സെയിൽ ആണ്. അതായത് പാർട്ടി ആയിട്ട് നിങ്ങൾക്ക് നേരിട്ട് വന്നിട്ട് വില നെഗോഷിയേറ്റ് ചെയ്തിട്ട് വാങ്ങിക്കാം. ഇപ്പൊ ഇത് പറയുന്ന റേറ്റ് എത്രയാണ്? ഇത് പറയുന്നത് ഇപ്പൊ 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ. ഒരു 80% ഒക്കെ ലോൺ വീഴും. അപ്പോൾ ഒരു 6 ലക്ഷം രൂപ വരെ ലോൺ കയറും. 85% എന്ന് പറയുമ്പോൾ ഒരു 6 രൂപ ലോൺ കയറും. അപ്പോൾ ഒരു 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു ടൊയോട്ടയുടെ വണ്ടിയായിട്ട് വരാം. പിന്നെ ആക്സിഡന്റ്, ഫ്ലഡ് ഇതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് അതിന്റെ സർവീസ് ഹിസ്റ്ററി എടുക്കാം. ഷോറൂം സർവീസ് ആയിരിക്കും. സർവീസ് ഹിസ്റ്ററി നോക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നിട്ട് പരിശോധിച്ചിട്ട് ഇവർക്ക് കമ്മീഷനാണ് അല്ലേ? സർവീസ് ചാർജ് ആണ്. നേരിട്ട് പാർട്ടി ആയിട്ടാണ് നമ്മുടെ ഇടപാട്. നിങ്ങൾക്ക് നേരിട്ട് നെഗോഷിയേറ്റ് ചെയ്യാം. ശരിക്കും അന്വേഷിക്കുക. ഇതിപ്പോൾ വണ്ടി എന്ന് പറഞ്ഞാൽ പക്ക വണ്ടി എന്ന് പറഞ്ഞാൽ എക്സ്റ്റീരിയറൊക്കെ നല്ല പ്രീമിയം റേഞ്ചിലുള്ള വണ്ടിയാണ്. ഇന്റീരിയറും അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി. ടയറും ഒരു 4 ടയർ, ഒരു 80% ടയർ ഉണ്ട്. അപ്പോൾ ധൈര്യപ്പെട്ട് വാങ്ങിക്കുക. നല്ല വണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വണ്ടിയിലേക്ക് പോവാം. മാരുതി ബ്രീസ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ചോദിക്കാം. ഇതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ ഇതൊന്ന് പറഞ്ഞു. ഇത് ZDI എന്ന് പറഞ്ഞ മോഡൽ, അതായത് ടോപ്പ് വേരിയന്റിന്റെ തൊട്ട് താഴെയുള്ള ZDI പ്ലസ് ഉണ്ട് വരുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് സിംഗിൾ ഓണർ ആണ് ഈ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 90 ഓടിയിട്ടുണ്ട്. 90,000 കിലോമീറ്റർ ഓടിയത്. പാർക്ക് ആൻഡ് സെല്ലാണ് നമ്മളുടെ. പാർക്ക് ആൻഡ് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നിങ്ങൾക്ക് വണ്ടി വിൽക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് തന്നാല് നമ്മളത് സെയിൽ ചെയ്ത് തരും. അപ്പോ വാങ്ങാൻ വരുന്ന കസ്റ്റമർക്കുള്ള ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാല് നേരിട്ട് പാർട്ടിയായിട്ട് സംസാരിക്കാം. അപ്പൊ നേരിട്ട് എല്ലാ അന്വേഷണം നിങ്ങൾക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് മൊത്തം സർവീസ് ഹിസ്റ്ററി എടുക്കുക എല്ലാം ചെയ്യാം. പിന്നെ നേരിട്ട്
ഇതിന്റെ മെക്കാനിക്കിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ വന്ന് കാണിക്കാം. കുഴപ്പമില്ല. അപ്പൊ ഈ വണ്ടിക്ക് ഇപ്പൊ ഇതിന്റെ ഓണർ പറയുന്ന റേറ്റ് എത്രയാണ്? ഇത് 8,25,000 രൂപ. 8,25,000. 8,25,000 രൂപയാണ് ചോദിക്കുന്ന റേറ്റ്. നിങ്ങൾക്ക് നെഗോഷ്യബിൾ ആണ്, നിങ്ങൾക്ക് സംസാരിക്കാം. അതും നേരിട്ട് പാർട്ടിയുമായിട്ട് സംസാരിക്കാം, ഓണറുമായിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 90,000 കിലോമീറ്റർ. വേറെ ആക്സിഡന്റ് അങ്ങനെയുള്ളതൊക്കെ ഞങ്ങൾ പറഞ്ഞത് ആദ്യമേ പറഞ്ഞത് ഈ വണ്ടിയുടെ നമ്മളിവിടെ പാർക്ക് ചെയ്തേക്കുന്ന വണ്ടി. അപ്പൊ നിങ്ങൾക്ക് സർവീസ് ഹിസ്റ്ററി നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞേ ടെക്നീഷ്യൻ കൊണ്ടൊന്ന് കാണിക്കാം, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ വില നെഗോഷ്യബിൾ ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമറായിട്ട് സംസാരിക്കാം. ഈ വണ്ടിക്ക് എന്തോരം ലോൺ കിട്ടും? ഇതൊരു ഏകദേശം വണ്ടിയുടെ വിലയുടെ ഒരു 80% ലോൺ പ്രതീക്ഷിക്കാം. അപ്പൊ ഒരു 6.5-7 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. 8.5 ലക്ഷം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും. പിന്നെ കസ്റ്റമറിന് അനുസരിച്ചിട്ട് 6.75-7 ലക്ഷം രൂപ, ഒരു 1.25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും. പിന്നെ പാർട്ടിയായിട്ട് നേരത്തെ സംസാരിക്കാൻ നെഗോഷ്യബിൾ ആണ്. വേറെ വണ്ടി നല്ല പക്ക വണ്ടിയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇന്റീരിയറും എക്സ്റ്റീരിയറും പക്കയാണ്. പിന്നെ ടയർ ഒരു 70% ടയർ ഉണ്ട്. 70% ടയർ ഉണ്ട്. നല്ല വണ്ടിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അടുത്ത വണ്ടി ഒരു അടിപൊളി പ്രീമിയം വണ്ടി, നിസാൻ മാഗ്നറ്റ. ഇതിന്റെ ഡീറ്റെയിൽ നമുക്ക് ചോദിക്കാം. ഇത് 2022 പെട്രോൾ ആണ്. പെട്രോൾ ടർബോ CVT ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക് വണ്ടി. 2022 പെട്രോള് ഓട്ടോമാറ്റിക് വണ്ടി, ടർബോ CVT. സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ ഓടിക്കുന്നത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതവർ ചോദിക്കുന്നത് 8,80,000. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചോദിക്കുന്ന റേറ്റ് 8,80,000 രൂപ. നെഗോഷ്യബിൾ ആണ്. 2022 മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതിയ വണ്ടി വാങ്ങിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വണ്ടി വാങ്ങിക്കാം. കാരണം വെറും 2 വർഷം പഴക്കമുള്ളൂ. പുത്തൻ വണ്ടിയുടെ എല്ലാ പെർഫോമൻസും ഒരു പുതിയ വണ്ടി പോലെ തന്നെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. പ്രീമിയം വണ്ടി വാങ്ങണമെന്ന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഈ വണ്ടി വാങ്ങിക്കാം. 8,80,000 രൂപ നെഗോഷ്യബിൾ. സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവും. പിന്നെ വേറെ ഫ്ലഡ് അങ്ങനെയുള്ളതൊന്നും ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. കാരണം 2022 ആയതുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ആക്സിഡന്റിലെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക ടയറൊക്കെ ഏകദേശം ഒരു 90 എബോ, പുതിയ ടയർ പോലെ തന്നെ 90% എബോ ടയർ ഉണ്ട്. പക്ക വണ്ടിയാണ്. എക്സ്റ്റീരിയറും ഇന്റീരിയറും പക്ക പുത്തൻ വണ്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. ആരെങ്കിലും ഒരു പുതിയ വണ്ടി വാങ്ങാൻ ആഗ്രഹിച്ച് നിൽക്കണ്ടെങ്കിൽ നേരെ വന്നോ ഈ ഹോണ്ട അമേസ് എടുത്തോ. കാരണം ഇത് വെറും 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2021 മോഡല്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ഒന്ന് ചോദിക്കാം. ഇത് 2021 മോഡല്, 17,000 കിലോമീറ്റർ, VX എന്ന് പറഞ്ഞ വേരിയന്റ്. തൊട്ട് താഴെയുള്ള ടോപ്പ് എൻഡ് എന്ന് പറയാൻ വേണ്ടി അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ വണ്ടി വില ചോദിക്കുന്നത് 7 ലക്ഷം കസ്റ്റമർ ചോദിക്കുന്നത്. പിന്നെ വണ്ടി വേറെ അപാകതകളൊന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലോൺ ഒരു 80% ലോൺ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു നല്ല പ്രൊഫൈലൊക്കെ ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ ഒരു 6 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. അപ്പോൾ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ബാക്കി ലോൺ ഇട്ടിട്ട് ഒരു പുതിയ വണ്ടി എന്ന് പറഞ്ഞാൽ 2021 മോഡൽ ആണെങ്കിലും വെറും 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ പക്ക മെയിൻ്റെനൻഡ് വണ്ടി. പിന്നെ അതേപോലെ തന്നെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. സർവീസ് ഹിസ്റ്ററി ഉണ്ട്. കാരണം 2021 ആയതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ആക്സിഡന്റ് ഇല്ല, റീപ്ലേസ്മെന്റ് ഉണ്ടാവില്ല. ടയറൊക്കെ ഒരു 80% എബോ ടയർ ഉണ്ട്. 80-90% ടയർ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ സൂര്യ ട്രേഡേഴ്സിലേക്ക് വന്നാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി ഹുണ്ടായുടെ ക്രെറ്റ. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ഒന്ന് സാറിനോട് ചോദിക്കാം. ഇത് 2019 മോഡൽ, ഡീസൽ മാനുവലി. ടോപ്പ് എൻഡ് അല്ല, അതിൽ താഴെയുള്ള വേരിയന്റ് ആണ്. പിന്നെ വില ചോദിക്കുന്നത് 10 ലക്ഷം രൂപ. നെഗോഷ്യബിൾ ആണ്. പാർട്ടിയായിട്ട് സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. നിങ്ങൾക്ക് നേരിട്ട് പാർട്ടിയായിട്ട് വന്ന് സംസാരിക്കാം. പക്ക വണ്ടിയാണ്. പുത്തം പോലെ ഇരിക്കുന്ന വണ്ടിയാണ്. എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ നല്ല ക്ലീൻ ആണ്. നിങ്ങൾക്ക് എടുക്കാം. അതെ, ഇവിടുത്തെ വണ്ടികൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പൊ ഞാൻ എല്ലാ വണ്ടിയിലും ക്ലീൻ ആണ്, നീറ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടികളും നല്ല എക്സ്റ്റീരിയർ ആയാലും ഇന്റീരിയർ ആയാലും പക്കയാണ്. നിങ്ങൾ എടുക്കുമ്പോ തന്നെ ഞങ്ങള് ഇത് പാർക്കൻസ് അല്ല, നമ്മളിവിടെ കൊണ്ടുവന്ന് ഇപ്പൊ നിങ്ങൾക്കൊരു വണ്ടി വെക്കാനെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്ത് തരും. നിങ്ങൾക്ക് സർവീസ് ചാർജ് മാത്രമേ ഉള്ളൂ.
അപ്പൊ നമുക്ക് പാർട്ടിക്കും അത് എളുപ്പമാണ്, പാർട്ടിക്ക് നേരിട്ട് പാർട്ടിയായിട്ട് പാർട്ടിയും തമ്മിൽ നേരിട്ട് നടത്താം. എല്ലാ രീതിയിലും അന്വേഷിക്കുക, സർവീസ് ഹിസ്റ്ററി ഒക്കെ എടുക്കുക, കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് പരിശോധിക്കാം. ഇവർക്ക് ഇതിൽ പാർട്ടിയായിട്ട് നേരിട്ടാണ് മുട്ടിച്ചത്. ഇവർക്ക് ഒരു സർവീസ് ചാർജ് ഉണ്ട്. പിന്നെ അതുപോലെ ഇവർ പാർക്കാൻ സെയിലിന് എടുക്കുന്ന വണ്ടികളൊക്കെ ഇപ്പൊ ഇവിടെ കണ്ടോടത്തോളം എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇപ്പൊ ഓരോ വണ്ടിക്കും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, എക്സ്റ്റീരിയർ പക്കയാണ് എന്ന് പറയുമ്പോൾ ഒരു ആവർത്തന വിരസത തോന്നുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും അങ്ങനെ പക്കയാണ്. പിന്നെ ടയറും എല്ലാ വണ്ടിയും ഒരു 80% അപ്പോൾ ടയറും ഉണ്ട്. ഇന്റീരിയറും എക്സ്റ്റീരിയറൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ 5 വീഡിയോ ഞങ്ങൾ എടുക്കണുള്ളൂ, കാരണം ടൈം ഒരുപാട് ആവണ കാരണം 5 വീഡിയോ എടുക്കുന്നുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ ഈ സൂര്യ ട്രേഡേഴ്സിൽ വന്ന് ചെയ്യാം, കാരണം ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്, എല്ലാം ഞങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ സൂര്യ യൂസ്ഡ് കാർസിലെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി മാസ് ഓട്ടോ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്.